ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? എന്താണ് പോളാർ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പോളാർ ഇക്വേഷൻസ് ഉള്ള ഗ്രാഫുകൾ നമ്മൾ എങ്ങനെ വരയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഹൈപ്പർബോളിക് ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ഇടയിൽ ഇൻവേഴ്സ് ഫങ്ഷനുകളെ കുറിച്ചൊരു ചെറിയൊരു ധാരണയുണ്ടായി. ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫങ്ഷൻസിൻ്റെ ഗ്രാഫുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഫർദർ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ. അതിനകത്ത് നമ്മൾ നോക്കിയിരുന്നത് എന്തായിരുന്നു? ആർക്ക് ലെങ്ത്തിൻ്റെ കാര്യം മാത്രമാണ് തൽക്കാലം സിലബസിനകത്ത് കണ്ടത്. പിന്നെ സർഫസ് ഓഫ് റെവല്യൂഷൻ എബൌട്ട് റൊട്ടേഷൻ എബൌട്ട് എക്സ് ആക്സിസും റൊട്ടേഷൻ എബൌട്ട് വൈ ആക്സിസും. നമ്മുടെ കയ്യിലുള്ള ഗൈഡിൽ 2 സെക്ഷനും കൂടെ എക്സ്ട്രാ ഞാൻ കണ്ടിരുന്നു. ഏരിയ ബൗണ്ടഡ് ബൈ എന്നുള്ളൊരു സെക്ഷൻ. പക്ഷെ അത് ആക്ച്വലി നമ്മുടെ ഒറിജിനൽ സിലബസിലില്ല, ഞാൻ കണ്ടില്ല. അപ്പോൾ അത് നമുക്കൊന്നും കൂടി കൺഫേം ചെയ്തിട്ട് അതെടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. Now we are moving on to the second module, improper integrals. As the name indicates, improper. അപ്പോൾ എന്തോ അവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? പ്രോപ്പർ അല്ലാത്തതിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ എന്ന് വിളിക്കുക. അപ്പോൾ വാട്ട് ഈസ് പ്രോപ്പർ ഇൻറ്റഗ്രൽ ആൻഡ് വാട്ട് ഈസ് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ? ഹൗ ടു ഫൈൻഡ് ദി ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓഫ് എ ഗിവൺ ഫങ്ഷൻ? ഏത് കേസുകളിലൊക്കെയാണ് ഒരു ഇൻറ്റഗ്രൽ ഇംപ്രോപ്പറായി മാറുന്നത്? അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ വാല്യൂ ചെയ്യാനും അതിൻ്റെ കുറച്ച് ഡൈവേർജൻസ്, കൺവേർജൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനാണ് ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷൻ തുടങ്ങാം. ഹിയർ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ്. അപ്പോൾ ഇവിടെ നോക്കൂ, ദ ഇൻറ്റഗ്രൽ എ ടു ബി ആണോ? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് കോൾഡ് ആൻ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഇഫ്, നമുക്ക് 2 കേസുകളാണ് കേട്ടോ. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമ്മൾ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ എന്ന് എപ്പോഴൊക്കെ പറയും? 2 കേസുകളിലാണ് പറയുക. ഇഫ് എ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഓർ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇത് എ അല്ല, ബി ആണ്. എ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റിയോ ബി ഈക്വൽ ടു ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ രണ്ടും, ദാറ്റ് ഈസ് വൺ ഓർ ബോത്ത് ഇൻറ്റഗ്രേഷൻ ലിമിറ്റ്സ് ഈസ് ഇൻഫൈനൈറ്റ് ഓർ ഇൻ്റർവെൽ ഓഫ് ഇൻറ്റഗ്രേഷൻ ഈസ് അൺബൗണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രോപ്പറായിട്ട് വരാവുന്നത് ഇൻറ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ബി, അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഈ 3 കേസുകൾ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് അൺബൗണ്ടഡ് അറ്റ് 1 or more points ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിക്കകത്തെ ഒന്നിലധികമോ പോയിന്റുകളിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് അൺബൗണ്ടഡ് ആയിരിക്കുക. ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുന്നത് ഡിനോമിനേറ്റർ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഇൻ്റർവെല്ലിലെ ഒരു പോയിന്റിൽ ഡിനോമിനേറ്റർ നമുക്ക് 0 വരുന്ന സാഹചര്യം ഉണ്ടാകുന്ന കേസുകളൊക്കെയാണ് എഫ് ഓഫ് എക്സ് അൺബൗണ്ടഡ് എന്ന് നമുക്കൊരു ഇൻ്റർവെല്ലിനകത്ത് എഫ് ഓഫ് എക്സ് അൺബൗണ്ടഡ് ആണെന്ന്. പിന്നെ വേറെയും കേസുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് ഡിനോമിനേറ്റർ 0 ആവുന്നതാണ് നമ്മുടെ ഏറ്റവും ഫെമിലിയർ ആയിട്ട് നമ്മൾക്ക് എൻകൗണ്ടർ ചെയ്യാവുന്ന പ്രോബ്ലം. അപ്പോൾ നോക്കുക, ദ ഇൻറ്റഗ്രൽസ് കറസ്പോണ്ടിങ് ടു 1, അതായത് ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈപ്പിലാണ് നമ്മുടെ ഇൻറ്റഗ്രൽസ് എങ്കിൽ അതിനെ ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ അൺബൗണ്ടഡ് ഇൻ്റർവെൽസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ്. അപ്പം വാട്ട് ആർ ദി ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ്? ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനകത്ത് ഒന്നുകിൽ എ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എയും ബിയും മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയുമായി മാറുക. അതായത് ഒന്നുകിൽ നമ്മൾ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഇൻഫൈനൈറ്റി ആവുന്നു, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇൻ്റർവൽ ഒരു അൺബൗണ്ടഡ് ഇൻ്റർവെൽ ആവും. ഇൻ്റർവെൽ അൺബൗണ്ടഡ് ആവുക എന്ന് പറയുന്ന കേസാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കോമ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി കോമ ബി എന്ന് പറയുന്നത്. ആ 2 കേസാണ് കേട്ടോ അൺബൗണ്ടഡ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺബൗണ്ടഡ് ഇൻ്റർവെൽസ് എങ്ങനെയാണ് വരിക?
അൺബൗണ്ടഡ് ഇൻ്റർവെൽസ് ആർ a, ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി, b. ഇതാണ് അൺബൗണ്ടഡ് ഇൻ്റർവെൽസ് ആയിട്ട് വരുന്നത്. മറ്റേത് പിന്നെ കേസ് പറഞ്ഞത് മൈനസ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ആയിരുന്നു കേട്ടോ. യെസ്, അപ്പോൾ നമുക്കവിടെ ഡെഫിനിഷൻ വരുന്നത് എങ്ങനെയായിരുന്നു? ഡെഫിനിഷൻ എന്താണെന്ന് നോക്കൂ. ഇവിടെ മുതൽ ഇതാണ് ആക്ച്വലി ഇത്. അതിനകത്ത് ഫസ്റ്റ് കേസിനെ നമ്മൾ ഒന്നുകിൽ ഇൻ്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇൻ്റർവെൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഇനി രണ്ടാമത്തത് ദ ഇൻ്റഗ്രൽസ് കറസ്പോണ്ടിങ് ടു 2 സെക്കൻഡ് കൈൻഡ്, അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ കേസാണെങ്കിൽ ആർ കോൾഡ്. രണ്ടാമത് പറഞ്ഞ കേസ് എന്താണ്? എഫ് ഓഫ് എക്സ് അൺബൗണ്ടഡ് ആവുക. എഫ് ഓഫ് എക്സ് അൺബൗണ്ടഡ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡ്, അല്ലെങ്കിൽ ഇൻ്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ രണ്ടാമത് പറഞ്ഞ കേസ് എഫ് ഓഫ് എക്സ് അൺബൗണ്ടഡ് ആവുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ആ ഇൻ്റഗ്രൽസിനെ ഇൻ്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫങ്ഷൻസ് എന്നോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡ് എന്നും വിളിക്കും. അപ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇൻഫിനിറ്റി ആവുക, മൈനസ് ഇൻഫിനിറ്റി ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇൻഫിനിറ്റിയോ മറ്റേത് മൈനസ് ഇൻഫിനിറ്റിയോ ആവുക. അത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്. നമ്മൾ ആ ഫസ്റ്റ് കൈൻഡ് എന്ന് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പറച്ചിൽ കേട്ടോ. നമ്മളിനിപ്പോൾ ഹയർ സ്റ്റഡീസിലാണെങ്കിലും നമ്മുടെ ഹയർ മാത്തമാറ്റിക്സിലാണെങ്കിലും when we are saying improper integral of first kind, we mean that either a equal to minus infinity, b equal to infinity, or both. Okay. Now, what is improper integral of second kind? When f of x is unbounded on one or more points in closed interval a, b. And we have a third kind. Integrals with both conditions 1 and 2. അപ്പോൾ എന്താണ്? നമ്മുടെ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയോ അൺബൗണ്ടഡ് ആവുകയോ ചെയ്യുകയും ആ ഇൻ്റർവെല്ലിനകത്തെ ഒന്നോ ഒന്നിലധികമോ പോയിൻറ്റുകളിൽ ഫങ്ഷൻ അൺബൗണ്ടഡ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മളതിനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് കൈൻഡിൽ ലിമിറ്റ് മാത്രമേ അൺബൗണ്ടഡ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് കൈൻഡിൽ ഫങ്ഷൻ അറ്റ് 1 or more പോയിൻറ്റ്സ് അൺബൗണ്ടഡ് ആകുന്നു. തേർഡ് കൈൻഡിൽ 1+2 ക്രൈറ്റീരിയ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫങ്ഷനുകളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻ്റഗ്രൽസിനെ നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് വിളിക്കും. അപ്പോൾ ആക്ച്വലി വാട്ട് ഈസ് പ്രോപ്പർ ഇൻ്റഗ്രൽ? അപ്പം നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് പ്രോപ്പർ ഇൻ്റഗ്രൽ? പ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുപിടിക്കാവുന്ന ഇൻ്റഗ്രൽ വാല്യൂസ് കണ്ടുപിടിക്കാവുന്ന സാധനങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ അല്ലാത്ത നോർമൽ ആയിട്ടുള്ള ഇൻ്റഗ്രൽസിനെയാണ് പ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്ന് വിളിക്കുന്നത്. ടു ഡിസ്റ്റിങ്ക്വിഷ് ദി അതർ ഇൻ്റഗ്രൽസ് ഫ്രം ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്, ദ ഫോമർ ആർ ഓഫൺ കോൾഡ് പ്രോപ്പർ ഇൻ്റഗ്രൽസ്. അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്ന കഴിഞ്ഞ കുറേ എക്സാമ്പിളുകളിലായി നമ്മൾ പറഞ്ഞു വന്ന ആ ഇൻ്റഗ്രൽസ് എല്ലാം തന്നെ പ്രോപ്പർ ഇൻ്റഗ്രൽസ് ആണ്. ഓക്കെ. ആൻഡ് വി ഹാവ് സം ഇലസ്ട്രേറ്റീവ് എക്സാമ്പിൾസ്. എക്സാമ്പിൾ 1, ഇൻ്റഗ്രൽ 1 to infinity ln x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇവിടെ നോക്കൂ, ln x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. നമ്മുടെ b ഈക്വൽ ടു ഇൻഫിനിറ്റി ആണല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് കൈൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഫസ്റ്റ് കൈൻഡ് ആണ്. ഇനി തേർഡ് കൈൻഡ് ആണോ എന്നറിയാൻ നമ്മൾ സെക്കൻഡും കൂടെ ട്രൈ ചെയ്യണം. അപ്പോൾ ln x എന്നുള്ള വാല്യൂ നോക്കൂ. ln x ഈസ് നോട്ട് അൺബൗണ്ടഡ്. അത് അൺബൗണ്ടഡ് അല്ല. ln x ബൈ എക്സ് സ്ക്വയർ ഒരു അൺബൗണ്ടഡ് ഫങ്ഷനൊന്നും അല്ല ഈ തന്നിരിക്കുന്ന റേഞ്ചിൽ. അപ്പോൾ ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇൻ്റർവൽ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്. അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിൾ എന്താണ്? ദിസ് ഈസ് first kind. This is first kind. And നമ്മുടെ അടുത്തത് രണ്ടാമത്തത് നോക്കൂ, ഇൻ്റഗ്രൽ 0 to 4. അപ്പോൾ എന്തിന് സാധ്യതയില്ല? ഫസ്റ്റ് കൈൻഡ് ആവാൻ സാധ്യതയില്ല. കാരണം ഫസ്റ്റ് കൈൻഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി a അല്ലെങ്കിൽ b ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി നോക്കൂ, dx ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഞാൻ പറഞ്ഞു ഡിനോമിനേറ്റർ 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. എന്താ? 0 മുതൽ 4-നകത്ത് വരുന്ന ഒരു പോയിൻ്റാണ് 3. അപ്പോൾ എക്സിന് നമ്മൾ 3 എന്ന് വില കൊടുത്തു കഴിഞ്ഞാൽ 1/x - 3 1/0 ടെൻസ് ടു ഇൻഫിനിറ്റി.
അതായത് ഈ 0,4-നകത്ത് നമ്മുടെ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. അപ്പോൾ നോക്കുക, ഇതെന്ത് കൈൻഡാണ്? ഇത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് ആണ്, അല്ലെങ്കിൽ അൺബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അടുത്ത കേസ് നോക്കൂ. ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇവിടെ നോക്കൂ, ഒരു അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്, അപ്പോൾ അത് അൺബൗണ്ടഡ് ഇൻ്റർവെൽ ആണ്. മാത്രമല്ല എക്സ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ e⁻x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 എന്തായി മാറും? ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും അല്ലേ? അതായത് ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. അപ്പോൾ നോക്കുക, ഇൻ്റർവെല്ലും അൺബൗണ്ടഡ്, ഫംഗ്ഷനും അൺബൗണ്ടഡ്. അപ്പോൾ ഇതെന്താണ്? ഇത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ് ആണ്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അൺബൗണ്ടഡ് ഫംഗ്ഷൻ ഓവർ അൺബൗണ്ടഡ് ഇൻ്റർവെൽ. അടുത്തത് നോക്കുക, ഇൻറ്റഗ്രൽ 0 to 1 sin x by x dx. ഇതൊരു പ്രോപ്പർ ഇൻറ്റഗ്രൽ ആണ്. കാരണം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0, നമുക്ക് 0യിൽ മാത്രമാണ് ഒരു സംശയം, പക്ഷേ അവിടെ ലിമിറ്റിംഗ് വാല്യൂ എന്താ കിട്ടുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 sin x by x എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതൊരു പ്രോപ്പർ ഇൻറ്റഗ്രലും ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഫോർ ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ്, തേർഡ് കൈൻഡ് ആൻഡ് പ്രോപ്പർ ഇൻറ്റഗ്രൽസ്. ഇനി നമുക്ക് അതിനകത്ത് ഓരോ കൈൻഡ്, ഫസ്റ്റ് കൈൻഡിനെ പരിചയപ്പെടാം, സെക്കൻഡ് കൈൻഡും തേർഡ് കൈൻഡും ഇവരുടെയൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ certain എക്സാമ്പിൾസിലേക്ക് പോവാം. ഓക്കെ, യെസ്, വി ഹാവ് integral over unbounded intervals, that is improper integral of first kind. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇൻറ്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇൻ്റർവെൽസ് എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വാദം തന്നെ പഠിച്ചോളൂ കേട്ടോ. ഇൻറ്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇൻ്റർവെൽസ്. ഓക്കെ, ഡെഫിനിഷൻ നോക്കുക. ഡെഫിനിഷൻ വായിച്ചു നോക്കൂ. Yes, definition. Suppose that for a fixed f is integrable on closed interval ab for all b greater than a, then we define integral a to infinity. അല്ലെങ്കിൽ a കോൺസ്റ്റൻ്റ് ആണ് ഈ ഫോർ a ഫിക്സഡ് എന്ന് പറയുന്നത് കേട്ടോ. Integral a to infinity f of x dx equal to limit b tends to infinity integral a to b f of x dx. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇൻറ്റഗ്രൽ a to infinity f of x dx ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ അതിനൊരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? ലിമിറ്റ് b tends to infinity ഇൻറ്റഗ്രൽ a to b f of x dx എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ബിയിലും എയിലും ഉള്ളൊരു ഫംഗ്ഷൻ കിട്ടും. അവിടെ നമ്മൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇഫ് ദ ലിമിറ്റ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഫൈനൈറ്റ് ആൻഡ് വി സേ ദാറ്റ് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ കൺവേർജസ്. അപ്പോൾ ഈ റൈറ്റ് സൈഡ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഈ ഇൻറ്റഗ്രൽ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു. ആൻഡ് the limit and എവിടെയായിരുന്നു? yes, it converges and the limit is the value of the integral. ആ ലിമിറ്റ് എന്താണോ കിട്ടുന്നത് അത് നമ്മുടെ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂവും കൂടെ ആയിരിക്കും. ഓക്കെ, if the limit fails to exist then we say that the integral is said to be converge അല്ലെങ്കിൽ said to diverge. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇൻറ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുന്നത്? ഈ ലിമിറ്റ്, അതായത് ഇൻറ്റഗ്രൽ a to infinity f of x dx ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ a to b f of x dx എന്ന് എടുക്കാം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇൻറ്റഗ്രൽ കൺവേർജ് ചെയ്യുമെന്നും, കൺവേർജ് ചെയ്യുന്നത് എവിടേക്കായിരിക്കും? അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഈ ലിമിറ്റ് എന്താണോ ആ വാല്യൂ തന്നെയായിരിക്കും ഈ ഇൻറ്റഗ്രലിൻ്റെയും വാല്യൂ. ഇനി അഥവാ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ we say that it is divergent. അപ്പോൾ അതേപോലെ തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണെങ്കിൽ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നെടുക്കും. ഇഫ് ദ ലിമിറ്റ് ഓൺ എ റൈറ്റ് ഹാൻഡ് സൈഡ് is finite, we say that improper integral converges and the limit is the value of the integral.
If the limit fails to exist, the improper integral is said to diverge. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഇതേപോലെ തന്നെ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(x) എന്നാണെന്ന് വിചാരിക്കുക. നമ്മളതിനെ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് -∞ ടു 0 f(x) എന്നും ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി f(x) എന്നും കൊടുക്കണം. എന്നിട്ട് the improper integral on the left is convergent if and only if both integrals on the right, ഇതും ഈ രണ്ട് പേരും എന്ത് ചെയ്യണം, കൺവേർജ് ചെയ്യണം. അഥവാ ഒരാളെങ്കിലും ഡൈവേർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, നമ്മുടെ ഈ ലെഫ്റ്റിലുള്ള ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(dx) ഡൈവേർജ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ശരിക്കും -∞ ടു ഇൻഫിനിറ്റി f(dx) നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ ആ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് ഇടയിലുള്ള ഒരു പോയിന്റിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ -∞ മുതൽ 0 വരെയും 0 മുതൽ ഇൻഫിനിറ്റി വരെയും. ഇനി ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ലിമിറ്റ് a ടെൻസ് ടു -∞ ഇൻ്റഗ്രൽ a ടു 0 f(dx) പ്ലസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു b f(dx). അപ്പോൾ രണ്ടും കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കൺവേർജ് ചെയ്യും. ഇതിൽ ആരെങ്കിലും ഒരാൾ ഡൈവേർജ് ചെയ്താൽ ഇതും ഡൈവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ 1, ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x² dx. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വെറുതെ തന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഒന്ന് എന്താ ചെക്ക് ചെയ്യുക, അതെ, ഇത് ഫസ്റ്റ് കൈൻഡ് ആണോ, ആണ്. സെക്കൻഡ് കൈൻഡ് ആണോ, 1/x² അൺബൗണ്ടഡ് ആവുക എപ്പോൾ മാത്രമാണ്, x = 0 ആവുമ്പോഴോ ഒക്കെയാണല്ലേ. അപ്പോൾ ഇത് അതിനകത്തില്ല. അപ്പോൾ ഇത് സെക്കൻഡ് കൈൻഡ് ഒന്നല്ല, ഫസ്റ്റ് കൈൻഡ് മാത്രമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യേണ്ടാവുക, യെസ്, അപ്പോൾ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x² dx = എന്ത് ചെയ്യണം, ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കണം. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 ടു b 1/x². നോക്കുക, കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലിമിറ്റിനെ അവിടെ നിർത്താം, ഈ ഇൻ്റഗ്രേഷൻ മാത്രം പെർഫോം ചെയ്യാം. അപ്പോൾ 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x² ഡെറിവേറ്റീവ് എന്താ, -1/x. അപ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി -1/x ഫ്രം 1 ടു b, ദാറ്റ് ഈസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി. ലിമിറ്റ് കൊടുക്കൂ, ആദ്യം അപ്പർ ലിമിറ്റ് -1/b -(-1). ഇനി ലിമിറ്റ് കൊടുക്കുക 1/∞, എന്താണ്, ഇത് 0 വരും അല്ലേ, ഈ സാധനം 0 ആവും. -(-1) +1. അപ്പോൾ എന്താ, അതായത് ഇവിടെ ഒരു മൈനസ് ആദ്യം അപ്ലൈ ചെയ്തു. അപ്പോൾ ലിമിറ്റ് b ടെൻസ് ടു 0 +1 -1/b. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്യാം. നോക്കുക, ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/b. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് 1 വരും. 1/b 1/∞ 0, അപ്പോൾ 1 - 0 = 1. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ ലിമിറ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇനി നോക്കൂ, ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ln(x) / x² dx. അപ്പോൾ ഇതും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പർ ലിമിറ്റിന് b ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 ടു b ln(x) / x² dx എന്ന് കിട്ടും. അപ്പം നമ്മളിവിടെ ശരിക്കൊരു u/v ഫോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് u/v എന്താണ്, v × u' മൈനസ് u × v' / v². അപ്പം ln(x) ഇൻറ്റു ഒരു മിനിറ്റ്, അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഡെറിവേറ്റീവ് അല്ലേ, അത് ഇൻ്റഗ്രൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനെ ln(x) ഇൻറ്റു 1/x² എന്ന് എടുക്കാം. അതായത് ഇതിനിങ്ങനെ ഫ്രാക്ഷനായിട്ട് എടുക്കാതെ എന്ത് ചെയ്യണം, ഇൻ്റഗ്രൽ ഓഫ്
ഇൻറ്റഗ്രൽ ഓഫ് ln x ഇൻറ്റു 1/x² dx. ഇത് ഫസ്റ്റ് ഫങ്ഷൻ, ഇത് സെക്കൻഡ് ഫങ്ഷൻ. അങ്ങനെ വരുമ്പോൾ എന്താ വരിക? ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു, അതായത് ln x ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 1/x². അപ്പോൾ ln x ഇൻറ്റു മൈനസ് 1/x ഫ്രം 1 to b മൈനസ് ഓഫ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫങ്ഷൻ. അപ്പോൾ ln xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫങ്ഷൻ. അപ്പോൾ മൈനസ് 1/x dx. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1 to b കൊടുക്കൂ. അപ്പോൾ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ, ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? b വരും അല്ലേ? ln b മൈനസ് 1/b മൈനസ് ln 1 ഇൻറ്റു 1. ln 1 എത്രയാ? 0. അപ്പോൾ ഇവിടെ ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ? മൈനസ് ln b ഡിവൈഡഡ് ബൈ b. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് വരികയാണ്. അപ്പോൾ ഇത് എന്താ സാധനം? മൈനസ് 1/x² ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം 1 to b. മൈനസ് 1/x²ൻ്റെ ഇൻറ്റഗ്രൽ എന്താ? 1/x തന്നെ അല്ലേ? അതായത് 1/x² ഡെറിവേറ്റീവ് മൈനസ് 1/x ആണ്. അപ്പോൾ മൈനസ് 1/x² ഇൻറ്റഗ്രൽ മൈനസ് 1/x. അപ്പോൾ മൈനസ് 1/x² ഇൻറ്റഗ്രൽ എന്തായിരിക്കും? മൈനസ് 1/x ഫ്രം 1 to b. അവിടെ നമ്മൾ 1 to b കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അത് 1 to b കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ കിട്ടുക? ലിമിറ്റ് b ടെൻസ് ടു 0 മൈനസ് ln b ബൈ b മൈനസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/b പ്ലസ് 1. ഈ മൈനസും ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ എടുക്കുന്ന മൈനസും കൂടി ഇത് പ്ലസ് 1 ആയി. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ln e ബൈ b മൈനസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/b പ്ലസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1. അങ്ങനെയാണ് മൂന്നെണ്ണത്തിനും നമ്മൾ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തെ ലിമിറ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അതവിടെ നിൽക്കട്ടെ. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ln b ബൈ b. കാരണം ഇതൊരു ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം കിട്ടും. ഇത് 0/0 എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. 0/0 ഫോം അല്ല, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ് വരിക. അപ്പോൾ മൈനസ് 0 പ്ലസ് 1. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു? ഇതിൻ്റെ എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൽ ഹോപ്പിറ്റൽ റൂൾ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ്, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ നമുക്കിവിടെ എഴുതാം അല്ലേ. ഇവിടെ നമ്മൾ എൽ ഹോപ്പിറ്റൽ റൂളിന് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഒരു ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമോ ഇൻഡിറ്റർമിനേറ്റ് ഫോമോ ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിനെ നമുക്ക് എഫ് ഡാഷ് ഓഫ് എ ബൈ ജി ഡാഷ് ഓഫ് എ എന്നും പറഞ്ഞ് വാല്യൂ ചെയ്യാം. അപ്പം നമ്മുടെ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എന്താ 1/b ln ബിയുടെ ഡെറിവേറ്റീവ് എന്താ? 1/b ഡിവൈഡഡ് ബൈ 1. അപ്പോൾ ലിമിറ്റ് കൊടുത്തു നോക്കൂ, 0/1 എന്ന് വരും അല്ലേ. 0/1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 0 പ്ലസ് 1 1. അപ്പോൾ നമ്മുടെ ഈ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് നോക്കൂ, ടെസ്റ്റ് ദ ഫോളോയിങ് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ഫോർ കൺവേർജൻസ്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ക്ലൂ നോക്കൂ, ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇവരെ ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ. നമുക്ക് എന്താ പ്രശ്നം എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ നോക്കൂ, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ അതിന് സാധാരണ ചെയ്യുന്ന പോലെ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ എ ടു 0 ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക?
വേണമെങ്കിൽ നിങ്ങൾ നമുക്ക് ചെയ്യാനുള്ള കൺവീനിയൻസിന് 1 മൈനസ് 3x ഈക്വൽ ടു യു എന്ന് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് 1 മൈനസ് 3x ഈക്വൽ ടു യു. അങ്ങനെയാണെങ്കിൽ ഡി യു ഈക്വൽ ടു മൈനസ് 3 ഡി എക്സ് എന്ന് കിട്ടും. ദോഫോർ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 1/3 ഡി യു. അപ്പോൾ നമ്മുടെ ഈ ഇൻ്റഗ്രൽ ശരിക്ക് ഇവിടെ ഇൻ്റഗ്രൽ എന്തായി മാറും? ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇനി വെൻ എക്സ് ഈക്വൽ ടു എ യു ഈക്വൽ ടു 1 മൈനസ് 3a. വെൻ എക്സ് ഈക്വൽ ടു 0 യു ഈക്വൽ ടു 1 അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിച്ച് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3u എന്ന് കിട്ടും. അപ്പോൾ യു ഒരെണ്ണം എന്താണ്? 1 മൈനസ് 3aയും 1ഉമാണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1/3 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 3a ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും. അവിടെ ലിമിറ്റ് കറക്റ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് കുഴപ്പമൊന്നുമില്ല, ലിമിറ്റ് കിട്ടാൻ കുഴപ്പമില്ല. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യുന്നു. ഈ ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും. അടുത്തത് പക്ഷേ നോക്കൂ, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് എച്ച് എക്സ് ഡി എക്സ്. അപ്പോൾ കോസ് എച്ച് എക്സ് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു എ കോസ് എച്ച് എക്സ് ഡി എക്സ് എന്ന് എടുക്കാം. ഇനി കോസ് എച്ച് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സൈൻ എച്ച് എക്സ് ആണല്ലേ. അപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി സൈൻ എച്ച് എക്സ് ഫ്രം 0 ടു എ. അപ്പോൾ സൈൻ 0 മൈനസ് സൈൻ എ. ഇനി നമ്മളൊരു കാര്യം ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? സൈൻ എച്ചിന് അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പോണൻഷ്യൽ ഫോം എടുക്കുക. അപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താ വരിക? ഇ റേസ് ടു 0 മൈനസ് ഇ റേസ് ടു മൈനസ് 0/2. ഇത് 1 മൈനസ് 1/2. അപ്പോൾ സൈൻ എച്ച് 0 ആരായി മാറും? 0 തന്നെ ആയി മാറും അല്ലേ? സൈൻ എച്ച് 0 ഈക്വൽ ടു 0 തന്നെ കിട്ടും. മൈനസ് സൈൻ എച്ച് എ. അപ്പോൾ മൈനസ്, ശരി, ഇവിടെ മൈനസ് ഓഫ് ഉണ്ട്. ഇ റേസ് ടു എ മൈനസ് ഇ റേസ് ടു മൈനസ് എ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ എക്ക് പകരം ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതൊരു വലിയ മൈനസ് ക്വാണ്ടിറ്റി ആവും. കാരണം ഓൾറെഡി ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ഇതും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. പക്ഷേ അത് നെഗറ്റീവിലാണ് കിട്ടുക, ഇൻറ്റു -2/2. അപ്പോൾ ഇതൊരു ലാർജ് ഇൻഫിനിറ്റി കിട്ടും. അതിനർത്ഥം എന്താ? ഈ ലിമിറ്റ് ഇൻഫിനിറ്റി ആയി. അപ്പോൾ നമ്മുടെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഈസ് ഡൈവേർജൻറ്റ്. ഇത് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമെങ്കിലാണ് കൺവേർജ് ചെയ്യും. പ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ലിമിറ്റിംഗ് വാല്യൂ തന്നെയാണെന്ന് പറയുന്നത്. ഇത് പക്ഷേ ഇൻഫൈനൈറ്റി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ ഇൻ്റഗ്രൽ ഡൈവേർജൻറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എക്ക് മൈനസ് ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുന്നു, ഇവിടെ ബിക്ക് ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്നു. നോർമലി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പ്രോബ്ലം 3 നിങ്ങൾക്കുള്ള സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നു അത് ഡൈവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി 2x ഡിവൈഡഡ് ബൈ 1 + x² ഈസ് ഡൈവേർജൻ്റ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, വാട്ട് എവർ നമ്മളതിനെ രണ്ടെണ്ണമാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി നമ്മളിത് രണ്ടെണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേഷൻ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു a 2x ഡിവൈഡഡ് ബൈ 1 + x² dx പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു b 2x ഡിവൈഡഡ് ബൈ 1 + x² dx. ഇവിടെ നോക്കൂ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിൽ കിടക്കുന്നത്.
നമ്മൾ പണ്ട് പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ പഠിച്ചിരുന്നു എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് ഇൻ്റഗ്രൽ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ഇൻ്റഗ്രൽ വരിക? എൽ എൻ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എഴുതി വെച്ചോളൂ. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ബൈ എഫ് ഡി എക്സ് ഫോമിലാണെങ്കിൽ ഇൻ്റഗ്രൽ എന്താണ്? എൽ എൻ എഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് അപ്പോൾ 1+2 എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഫോമിലാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ കിടക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എൽ എൻ ഓഫ് 1+x സ്ക്വയർ ഫ്രം 0 to infinity പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എൽ എൻ ഓഫ് 1+x സ്ക്വയർ ഫ്രം 0 to b. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ ആദ്യത്തേൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ എൻ ഓഫ്, ഇവിടെ 0 അല്ലേ വലുത്, എൽ എൻ ഓഫ് 1+0 സ്ക്വയർ മൈനസ് എൽ എൻ ഓഫ് 1+a സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് എൽ എൻ ഓഫ് 1+b സ്ക്വയർ മൈനസ് എൽ എൻ ഓഫ് 1. ഇത് 0 ആയി മാറും, ഇതും 0 ആയി മാറും, ഇതും 0 ആയി മാറും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എൽ എൻ ഓഫ് എ ടെൻസ് ടു മൈനസ് എൽ എൻ ഓഫ് 1+a സ്ക്വയർ പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എൽ എൻ ഓഫ് 1+b സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് രണ്ടും എന്തല്ല? സിൻസ് ലിമിറ്റ്സ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം ഈ ലിമിറ്റുകളെല്ലാം ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നതാണ്. ഫൈനൈറ്റ്ലി നമുക്ക് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ ദ ഗിവൺ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഡൈവേർജൻറ്റ്. നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യാതെ മൈനസ് ബി ടു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് 0 കിട്ടും. പക്ഷേ ഇത് രണ്ടും ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ വേഗം മൈനസ് ബി ടു ബി എന്ന് കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്കുള്ള മറുപടി അല്ലെങ്കിൽ അവർക്കുള്ള ക്ലാരിഫിക്കേഷനാണ് നമ്മൾ ഈ റിമാർക്കിനകത്ത് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം നമ്പർ 5. ഇൻ്റഗ്രൽ 0 to infinity e raised to minus tx dx, where t is a constant, converges if t greater than 0 and diverges if t less than 0. അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് പ്രൂഫായിട്ട് ഷോ ദാറ്റ് എന്നും പറഞ്ഞിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മളത് നോർമലായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുന്നു. 0 to infinity e raised to minus t dt equal to limit b tends to infinity integral 0 to b e raised to minus tx dx equal to e raised to minus tx dx in the integral വരിക e raised to minus tx divided by minus t from 0 to b. നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തു, അല്ലെങ്കിൽ എടുക്കുന്നില്ല. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ബി എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് 0, ഇത് ഇ റേസ് ടു 0 ഡിവൈഡഡ് ബൈ മൈനസ് ടി. ആ മൈനസ് ഇവിടെ കിടക്കുന്ന മൈനസ് ന്യൂമറേറ്ററിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇ റേസ് ടു 0 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബി എന്ന് കിട്ടുന്നത്. ലിമിറ്റ് അപ്ലൈ ചെയ്യൂ. ഇവിടെ ലിമിറ്റ് ബാധകമല്ല, ഇവിടെ ബാധകമല്ല, ഇതിന് മാത്രമാണ് ബാധകം, അതും എക്സ്പോണൻറ്റിൽ ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു 0 ആണെന്ന് നിങ്ങൾക്കറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ലിമിറ്റ് നമുക്ക് രണ്ട് കേസായിട്ട് എടുക്കാം. എന്താ? ടിയുടെ വാല്യൂ അല്ലേ, ടി ഗ്രേറ്റർ ദാൻ 0 ആവാം, ലെസ് ദാൻ 0 ആവാം. നമുക്ക് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ബി ടി ഈക്വൽ ടു 0 എപ്പോഴാണ്? ടി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. ഇനി ബിയും നെഗറ്റീവ് ടിയും നെഗറ്റീവ്, അപ്പോൾ ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ എന്താ? ഇൻഫിനിറ്റി ഇഫ് ടി ലെസ് ദാൻ. നൗ hence integral 0 to infinity e raised to minus tx converges if t greater than 0 and diverges if t less than 0. ഇനി ഒരു കേസും കൂടി ഉണ്ട്. ടി ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ, ടി ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ ഉണ്ടാവുക?
ഇൻ്റഗ്രൽ 0 to infinity e raised to minus 0 dx. ഇത് ഇൻ്റഗ്രൽ 0 to infinity 1 dx. 1 ഉണ്ട് അവിടെ. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1 dx എന്ന് പറഞ്ഞാൽ എന്ത് വരും? വൺ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി മൈനസ് 0 ടു ഇൻഫിനിറ്റി. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി ഈക്വൽ ടു എന്ത് കിട്ടും? ഇൻഫിനിറ്റി കിട്ടും. ദെർഫോർ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് കൺവേർജസ് ഇഫ് ടി ഗ്രേറ്റർ ദാൻ 0, ഡൈവേർജസ് ഇഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് ആ ഒരു ഈക്വൽ ടു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് ചെയ്തത് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതും ഇതേപോലെ സിമിലർ മാനറിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ലിമിറ്റ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റേസ് ടു പി ഡി എക്സ് where p is a constant and a greater than 0 converges if p greater than 1 and diverges if p less than or equal to 1. നേരത്തെയും അതെ t less than or equal to 0 ആയിരുന്നു. ഇത് p greater than or equal greater than 1ഉം less than or equal to 1ഉം ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക, അത് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ടെസ്റ്റ് ഫോർ കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ്. അപ്പോൾ നമുക്ക് കൺവേർജ് ചെയ്യുന്നോ ഡൈവേർജ് ചെയ്യുന്നോ എന്ന് എല്ലായ്പ്പോഴും ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കി കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് കമ്പാരിസൺ ടെസ്റ്റ്. കമ്പാരിസൺ ടെസ്റ്റിൽ ഇതാണ് പറയുന്നത്: സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് ജി ആർ ഫങ്ഷൻസ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എഫും ജിയും രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. എഫ് ഓഫ് എക്സിൻ്റെ മോഡുലസ് എപ്പോഴും ജി ഓഫ് എക്സിനേക്കാളും താഴെയാണ് ഫോർ എവരി എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നാണെങ്കിൽ, ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സും എക്സിസ്റ്റ് ചെയ്യുന്നു ഫോർ എവരി ബി ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്: മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്, ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സും എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇഫ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ്, സോ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും കൺവേർജ് ചെയ്യും. അതായത് എ ടു ഇൻഫിനിറ്റിയിൽ ജി ഓഫ് എക്സ് വലിയ ഫംഗ്ഷൻ്റെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുമെങ്കിൽ ചെറിയ ആളുടെയും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും. തിരിച്ച് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡൈവേർജസ്, ചെറിയ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരും ഡൈവേർജ് ചെയ്യും? വലിയ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും ജി ഓഫ് എക്സ് ഡി എക്സും ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഇതാണ് കമ്പാരിസൺ ടെസ്റ്റ്. ഇനി സിമിലർ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആർക്കും പറയാം. ബി എ ടു ഇൻഫിനിറ്റിക്ക് പകരം മൈനസ് ഇൻഫിനിറ്റി ടു ബിക്കും പറയാം, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്കും പറയാം. ഓക്കെ, വി ഹാവ് സർട്ടൺ ഇൻ്റഗ്രൽസ് ഫോർ ടെസ്റ്റിംഗ് കൺവേർജൻസ്. പക്ഷേ ഈ വക ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഓരോ നേച്ചർ ഫങ്ഷൻസിനും പെർട്ടിക്കുലർ ആയിട്ടുള്ള, ഇത് നമുക്ക് തന്നിരിക്കുന്ന ഓരോ എഫ് ഓഫ് എക്സുകൾക്കും ചില പ്രത്യേകം ജി ഓഫ് എക്സുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അറിയാവുന്ന അത്തരത്തിലുള്ള ഫങ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7, examine the convergence of the following integrals: integral 0 to infinity dx by e raised to x plus 1. അപ്പോൾ നോക്കാം, e raised to x plus 1 is greater than or equal to e raised to x അല്ലേ? കാരണം e raised to x is always greater than or equal to 0. അതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കറസ്പോണ്ടിങ് e raised to x-നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലോ, 1 by e raised to x plus 1 is less than or equal to 1 by e raised to x.
that is e raised to minus x for all x greater than or equal to 0. ഓൾറെഡി നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് കൺവേർജസ് ഇഫ് ടി ഗ്രേറ്റർ ദാൻ 0. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്? ടി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. അപ്പോൾ ഇവിടെ ടി ഈക്വൽ ടു 1 അല്ലേ? ടി ഈക്വൽ ടു 1 ആണ്. ടി ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യുന്നു. അത് ഇ റേസ് ടു മൈനസ് ടി എക്സ് ആണ് ഇഫ് ടി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1 അങ്ങനെ നമുക്ക് വിചാരിക്കാം. ടി ഈക്വൽ ടു 1 ആണ് ഇവിടെ. ഇനി നമുക്കറിയാം 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 അതായത് മോഡുലസ് എടുത്താലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ആൻഡ് ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് ഈസ് കൺവേർജൻറ്റ്. ഹെൻസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഈസ് ഓൾസോ കൺവേർജസ്. ഇനി അതേപോലെയാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2വിന് എൽ എൻ എക്സ് ഈസ് ലെസ് ദാൻ എക്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ്റഗ്രൽ 2 to ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എൽ എൻ എക്സ് അല്ലെങ്കിൽ 1 ബൈ എൽ എൻ എക്സ് ഡി എക്സിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്? 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മുടെ എൽ എൻ എക്സ് എക്സിനേക്കാളും കുറവാണ്. ഇനി നമ്മൾ പറയുന്നു 1 ബൈ എൽ എൻ എക്സ് അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ബൈ എക്സ് ആയിരിക്കും അല്ലേ? ഇനി എന്താണ്? ഇൻ്റഗ്രൽ 2 to ഇൻഫിനിറ്റി ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു പി ഡൈവേർജസ് ഇഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇൻ്റഗ്രൽ 2 to ഇൻഫിനിറ്റി 1 ബൈ എക്സ് റേസ് ടു 1 ഡി എക്സും എന്താണ്? ഡൈവേർജ് ചെയ്യും അല്ലേ? കാരണം പി ഈക്വൽ ടു 1 ആണ് ഇവിടെ. പി ഈക്വൽ ടു 1 ആയ കാരണം ഇത് ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഹെൻസ് ഇൻ്റഗ്രൽ 2 to ഇൻഫിനിറ്റി 1 ബൈ എക്സ് ഡി എക്സ് ഡൈവേർജസ്. Therefore by comparison test integral 2 to infinity dx ഡിവൈഡഡ് ബൈ എൽ എൻ എക്സും എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഇതേപോലെ തന്നെ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ 0 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മളതിനെ 0 to 1ഉം 1 to ഇൻഫിനിറ്റിയുമായി സ്പ്ലിറ്റ് ചെയ്യുന്നു. അതെന്തിനാണ് 0 to 1ഉം 1 to ഇൻഫിനിറ്റി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്? കാരണം ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. നമുക്ക് എവിടെ മാത്രമേ ചെക്ക് ചെയ്യേണ്ടൂ? 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള കേസിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, നമുക്കറിയാം എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ? എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ. ഇനി നമ്മളിതിന് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞു പോവും. ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്. എഗെയിൻ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് കൺവേർജ് ചെയ്യും ഇഫ് ടി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇത് നമുക്കിവിടെ ഈ 1 to ഇൻഫിനിറ്റി എന്നുള്ള ആ ഒരു റേഞ്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 0 to 1 1 to ഇൻഫിനിറ്റി എന്ന് സ്പ്ലിറ്റ് ചെയ്തത്, അല്ലാതെ ചെയ്യരുത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്. ഇനി ഇത് കൺവേർജ് ചെയ്യും ഇദ്ദേഹം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറും കൺവേർജ് ചെയ്യും ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് വഴി. ഇനി ഇതേപോലത്തെ തന്നെയാണ് നമ്മുടെ എക്സാമ്പിൾ പ്രോബ്ലം 8-ലെ 3 ഡു ഇറ്റ് യുവർ സെൽഫ് നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്തത് ഇൻ്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫങ്ഷൻസ്. അൺബൗണ്ടഡ് ഫങ്ഷൻസ് പറയുമ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പോൾ ഡെഫിനിഷൻ ഇതാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ്, ഡെഫിനിഷൻ നോക്കുക. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി കണ്ടിന്യൂസ്. Let f of x be continuous on semi-open interval a comma b and f of x has an infinite discontinuity at x equal to a
then we define integral a to b f of x dx equal to limit c tends to a plus എയുടെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമ്മൾ എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അതല്ലേ നമ്മുടെ ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന പോയിൻറ്റ്സ്. എക്ക് ശേഷമുള്ള പോയിൻറ്റുകളാണ് നമ്മുടെ ഇൻ്റർവെല്ലിൽ ഉണ്ടാവുക. അപ്പം നമ്മൾ എയുടെ എനേക്കാളും കൂടിയ സൈഡിൽ നിന്നും എയുടെ റൈറ്റ് സൈഡിൽ നിന്നും നമ്മൾ എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ലിമിറ്റ് സി ടെൻസ് ടു എ പ്ലസ് ഇൻറ്റഗ്രൽ ബി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ എ പ്ലസ്, അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. സി എന്ന് പറഞ്ഞ സാധനം എയുടെ റൈറ്റ് സൈഡിലുള്ളവർ എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് ഒരു എ പ്ലസ് എപ്സിലോൺ ടെൻസ് ടു 0. അപ്പോൾ എപ്സിലോൺ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എ പ്ലസ് എപ്സിലോൺ എയിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ എ പ്ലസ് എപ്സിലോൺ ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇഫ് ദ ലിമിറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് എവിടെയാണ്? ഇവിടെ അല്ലേ. ഇഫ് ദ ലിമിറ്റ് ഓൺ ദി റൈറ്റ് സൈഡ് ഇസ് എക്സിസ്റ്റ്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഫൈനൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയും നമ്മുടെ ആ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യുന്നു. ആൻഡ് ദ ലിമിറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ. If the limit fails to exist, the improper integral is said to diverge. അപ്പോൾ നോക്കുക, സപ്പോസ് നമുക്ക് എങ്ങനെയാണ് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ഓൺ തിരിച്ച് എ കോമ ബി ആണ്, സെമി ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി. എഫ് ഓഫ് എക്സിനൊരു ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു ബിയും ഉണ്ടെങ്കിൽ ഇതേ സെയിം പ്രോസസ്സ് ലിമിറ്റ് സി ടെൻസ് ടു ബി മൈനസ് ബിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ബിയേക്കാളും കുറഞ്ഞ വാല്യൂസിൽ നിന്ന് ബിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എ ടു ബി മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ്. ഇവിടെയും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ ഈ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും ആ ലിമിറ്റിംഗ് വാല്യൂവിലേക്ക് എന്ന് പറയാം. അഥവാ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. ഇനി എയിലും ബിയിലും അങ്ങനെയല്ല എന്ന് വിചാരിക്കുക. എയിലും ബിയിലും കണ്ടിന്യൂസ് അല്ല, അവിടെ രണ്ടിടത്തും അങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ എ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എക്സ് നോട്ട് ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കൊടുക്കാം. എന്തായാലും ഈ ഇൻ ബിറ്റ്വീനിലുള്ള എക്സ് നോട്ടിൽ, ഇത് എക്സ് നോട്ട് എയുടെയും ബിയുടെയും ഇടയിലുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. എക്സ് നോട്ടിൽ എന്തായാലും കണ്ടിന്യൂസ് ആണ്. അപ്പം നേരത്തെ ചെയ്ത പോലെ ഇനി ഇവിടെ എന്ത് ചെയ്യണം? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 എ പ്ലസ് എപ്സിലോൺ എന്ന് കൊടുക്കുക. ഇവിടെ ബി മൈനസ് എപ്സിലോൺ, അതും എപ്സിലോൺ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാവും നല്ലത് കേട്ടോ. ഇനി ഇതൊരു ഇൻറ്റീരിയർ പോയിന്റിലാണ് ഇങ്ങനൊരു ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നതെങ്കിൽ, എയിലും നമ്മൾ ആദ്യം എയുടെ മാത്രം പറഞ്ഞു, പിന്നെ ബിയിൽ മാത്രം പറഞ്ഞു. ഇനി ഇവിടെ ഇടയിലുള്ള ഒരു ഡിയിലാണ് പ്രശ്നം വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിയിൽ വെച്ച് ഇൻ്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇനി ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് ഓഫ് ദീസ് ആർ കൺവേർജൻറ്റ്. ഇനി ഏതെങ്കിലും ഒരെണ്ണം തന്നെ ഡൈവേർജൻ്റ് ആയാൽ പോലും ഈ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് ആയിപ്പോവും. ഇനി ഇതിനകത്ത് നമ്മൾ ഇതിപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. സപ്പോസ് വി ഹാവ് സെവറൽ പോയിൻറ്റ്സ് ലെറ്റ് D1 D2 എക്സെട്ര DM എന്നും പറഞ്ഞ് ഇഷ്ടംപോലെ പോയിൻറ്റുകളുണ്ടെങ്കിൽ അത്രയും ഇൻ്റഗ്രലുകളായി നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനകത്ത് ലെഫ്റ്റിലുള്ള ഓരോ ഇൻ്റഗ്രലും കൺവേർജൻ്റ് ആണെങ്കിൽ മാത്രമേ ഇദ്ദേഹവും കൺവേർജൻ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡൈവേർജൻ്റ് ആണെന്ന് പറയും. ഓൾസോ ഹിയർ വി ഹാവ് സർട്ടൻ എക്സാമ്പിൾസ് നോക്കാം. ഇൻ്റഗ്രൽ 0 to 1/x². ഇവിടെ കൺവേർജൻ്റ് അല്ലാതെ വരിക, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന എക്സ് ഈക്വൽ ടു 0യിൽ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രൽ 0 to 1 dx ഡിവൈഡഡ് ബൈ x² എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 0 പ്ലസ് എപ്സിലോൺ, ഇത് എ പ്ലസ് എപ്സിലോൺ ഫോമാണത്, ടു 1/x² dx. അപ്പോൾ 1/x²ൻ്റെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് 1/x. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് മൈനസ് 1/x ഫ്രം എപ്സിലോൺ ടു 1. അപ്പോൾ എന്താ ചെയ്യുന്നത്?
ഇവിടെ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0, ലിമിറ്റ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. 1 എപ്സിലോൺ, ഇത് മൈനസ് കിടപ്പുണ്ടേ, അതുകൊണ്ടാണ് ഈ ലിമിറ്റ് അങ്ങോട്ട് മാറിപ്പോയി. ശരിക്കും -1/1 -1 എപ്സിലോൺ, ആ മൈനസ് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 1 എപ്സിലോൺ -1. എപ്സിലോൺ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റി ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതിനർത്ഥം എന്താ? ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? √1 - x² ഓൺ 0 to 1. അപ്പോൾ x = 1 കൊടുക്കുമ്പോൾ ഇവിടെ പ്രശ്നം വരും. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 1 - എപ്സിലോൺ, b - എപ്സിലോണിൻ്റെ ഫോം. അതുപോലെ 1/√1 - x², ഇത് ആരുടെ ഇൻ്റഗ്രലാണ്? യെസ്, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫ്രം 0 to 1 - എപ്സിലോൺ. റേഞ്ച് കൊടുക്കാം. അപ്പോൾ എപ്സിലോണിന് 0 എന്ന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും അല്ലേ. സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2, സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ π/2. അപ്പോൾ ഈ ലിമിറ്റ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നത്? π/2ലേക്ക് കൺവേർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഇൻ്റഗ്രൽ π/2ലേക്ക് കൺവേർജ് ചെയ്യുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, അവിടെ എന്തോ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ഇൻ്റഗ്രൽ 0 to 2 dx ഡിവൈഡഡ് ബൈ 2 - x². ഇത് എവിടെയൊക്കെ പ്രശ്നം വരുന്നുണ്ട്? x = 0യിൽ പ്രശ്നമുണ്ട്, x = 2ൽ. അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. അപ്പോൾ ഇൻഫൈനൈറ്റ് becomes infinite at both endpoints x = 0 and x = 2. But it is continuous on closed interval 0, 2. ഇടയിൽ എവിടെയും നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മളിതിനെ രണ്ടെണ്ണമാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇവിടത്തേക്ക് വേണ്ടിയിട്ട് എപ്സിലോൺ 0 പ്ലസ് എപ്സിലോൺ ടു 1, അതുപോലെ നമ്മൾ വീണ്ടും എപ്സിലോൺ എന്ന് കൊടുക്കണില്ല, ഡെൽറ്റ എന്നാണ് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളത് എപ്സിലോൺ 1 എന്നും ഇത് എപ്സിലോൺ 2 എന്നും കൊടുക്കാം. ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 - ഡെൽറ്റ dx ഡിവൈഡഡ് ബൈ 2x മൈനസ് x². അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇൻ്റഗ്രേഷൻ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി, അതായത് 1/x × 2 - x പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് 1/x + 1/2 - x, എല്ലാ കേസിലും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇൻ്റഗ്രൽ സെപ്പറേറ്റ് കൊടുക്കും. അപ്പോൾ 1/2 ഇൻ്റഗ്രൽ dx/x പ്ലസ് 1/2 ഇൻ്റഗ്രൽ dx/2 - x. അപ്പോൾ ഇതെന്താ? 1/2 ടൈംസ് ln x പ്ലസ് 1/2 ടൈംസ് ln of 2 - x എന്ന് കിട്ടും. ഓക്കെ, ഇടയിലൊരു മൈനസും കിട്ടുന്നുണ്ട്. അത് ചെയ്ത് നോക്കട്ടെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൃത്യമായി ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് രണ്ട് സെപ്പറേറ്റ് ഇൻ്റഗ്രലിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ln of 1/2 ഇൻറ്റു ln of x ഡിവൈഡഡ് ബൈ x - 2, അതായത് ln of a - b എന്ന് പറഞ്ഞാൽ ln of a/b ആണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ എന്നിട്ട് ഈ ലിമിറ്റുകൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 1/2 ടൈംസ് ln of x ഡിവൈഡഡ് ബൈ 2 - x ഫ്രം 0 പ്ലസ് എപ്സിലോൺ ടു 1. അതേപോലെ ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് 1/2 ടൈംസ് ln of x ഡിവൈഡഡ് ബൈ 2 - x ഫ്രം 1 to 2 - ഡെൽറ്റ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ 1 കൊടുക്കുമ്പോൾ 1/2 പുറത്തെടുക്കുക, ln of 1 മൈനസ് ln of എപ്സിലോൺ ഡിവൈഡഡ് ബൈ, അതായത് 0 പ്ലസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 0 പ്ലസ് 2 മൈനസ് 0 പ്ലസ് എപ്സിലോൺ എന്നൊക്കെയാണ്. 0 അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ ln of 1 മൈനസ് ln of എപ്സിലോൺ ഡിവൈഡഡ് ബൈ 2 മൈനസ് എപ്സിലോൺ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 1/2 ഇൻറ്റു ലിമിറ്റ് ln of 2 മൈനസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ മൈനസ് ln of 1. നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ln of 1 0 ആയി പോവും, ഇവിടെ ഈ ln of 1ഉം 0 ആയി പോവും. നമുക്ക് പിന്നെ എന്താ മിച്ചമുള്ള? ഈ 1/2 കോമൺ, ഈ 1/2 പുറത്തെടുക്കുക. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ln of 2 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ
plus 1 by 2 times delta tends to 0 plus ln of 2 minus delta by delta. പക്ഷെ ഇവിടെ നോക്കൂ, ഈ ഡിനോമിനേറ്റർ ഡെൽറ്റ 0 പ്ലസും അബ്സിലോൺ 0 പ്ലസും ആയി കഴിയുമ്പോൾ ഈ രണ്ടെണ്ണവും എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും അല്ലേ? അതായത് നമ്മുടെ റൈറ്റ് സൈഡ് ഡൈവേർജ് ചെയ്യുന്നു. റൈറ്റ് സൈഡ് ഡൈവേർജ് ചെയ്താൽ നോർമലി ആരും ഡൈവേർജ് ചെയ്യും? ലെഫ്റ്റ് സൈഡും ഡൈവേർജ് ചെയ്യും. Therefore, since the both limits on the right hand side of the above equation do not exist, the improper integral is divergent. ക്ലിയർ ആയോ? ഇതേപോലെ ഇവിടെ നോക്കുക, ഇത് നമുക്ക് ഇടയിലുള്ള പോയിന്റ് 0 മുതൽ 3 വരെ ഇടയിൽ x ഈക്വൽ ടു 1ൽ മാത്രം ഇതേപോലെ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ഒരു പോയിൻ്റാണ്. അപ്പം നമ്മളതിനെ 0 to 1, 1 to 3 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് 1ലാണ് പ്രശ്നം, അപ്പർ ലിമിറ്റിൽ. അപ്പോൾ എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 1 മൈനസ് എപ്സിലോൺ. ഇവിടെ ലോവർ ലിമിറ്റിലാണ് പ്രശ്നം. അപ്പോൾ എപ്സിലോൺ ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് 1 പ്ലസ് ഡെൽറ്റ. ഈ സാധനത്തിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കുക. വേണമെങ്കിൽ നമുക്കിതിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, ലിമിറ്റ് 3 ഇൻറ്റു എപ്സിലോൺ മൈനസ് എപ്സിലോൺ റേസ് ടു 1/3 എന്നൊക്കെ കിട്ടി. അപ്പോൾ ഇവിടെ എപ്സിലോണിന് 0 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു പ്ലസ് 3, അപ്പോൾ 3 പ്ലസ് 3 പ്ലസ് 3 ഇൻറ്റു 2 റേസ് ടു 1/3 മൈനസ് 0. അപ്പോൾ ഇതും 0 ആവും, ഇതും 0 ആവും. അപ്പോൾ എന്താ വരിക? 3 പ്ലസ് 3 റൈസ് ടു 2/3 അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 2. ഇതിവിടെ 0 ആയി പോവുക. എപ്സിലോൺ ഈക്വൽ ടു 0 കൊടുക്കുക, ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയും 0 ആവും, ഇത് 3 ആവും, ഇത് 3 ഇൻറ്റു 2 റേസ് ടു 1/3. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കാരണം ഇൻറ്റഗ്രൽ 0 to 3 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 റേസ് ടു 2/3 ds is exist. Hence it is convergent. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്, ചെയ്തു നോക്കുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.